2019 കാഴ്ചയും 24 കാഴ്ചയും വേർതിരിച്ചുകൊണ്ട് കമലേട്ടൻ ഇപ്പോൾ പറയുകയുണ്ട്. അന്ന് 2 തവണ റിപ്പോർട്ട് ചെയ്ത അനുഭവത്തിൽ കൂടി അരുൺ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ദേശീയ നേതാക്കളാണ്. അത്രമേൽ കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ആ കാഴ്ചപ്പാടുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് ഇരുവരും എന്നതിൽ സംശയമില്ല. അപ്പോൾ ഏതു തലത്തിൽ അരുൺ ഇപ്പോൾ അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏതു തലത്തിൽ ഈ വഴിയോരങ്ങളിൽ റോഡരികിലൊക്കെ രാഹുലിനെയും പ്രിയങ്കയെയും വരവേൽക്കാൻ ജനങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്? അവരുടെ കണ്ണിലെ കൗതുകം, അവരുടെ മുദ്രാവാക്യങ്ങളിലെ ആത്മാർത്ഥതയൊക്കെ എത്രത്തോളം ഉണ്ട്? നമുക്ക് എങ്ങനെയാ ഇതിനെ വിലയിരുത്താനാകും? അരുൺ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വികാരം, വൈകാരികത, ആവേശമൊക്കെ എത്രത്തോളം അരുൺ? പക്ഷേ രാവിലെ മുതൽ തന്നെ 7 മണിയോട് കൂടി നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഈ എലിപ്പാട് ഗ്രൗണ്ടിന് സമീപം തന്നെ ഒരു 50ഓളം ആളുകൾ കൂടിയിരുന്നു. ഇതിന്റെ ഓരോ മണിക്കൂറിലും വലിയ രീതിയിൽ പ്രവർത്തകർ ഒഴുകി ചേർന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. ഏകദേശം 15 കിലോമീറ്റർ ദൂരമാണ് ഈ മേപ്പാടിയിൽ നിന്ന് കൽപ്പറ്റയിലേക്കുള്ളത്. ഈ റോഡ് നീളെ ഈ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അഭിവാദ്യം ചെയ്യാൻ പ്രവർത്തകരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2019 ആ ഒരു പ്രകടനം നമ്മൾ കണ്ടതാണ്. 2019 ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായ ഒരു സാഹചര്യം ഇത്തവണയും ഉണ്ട് എന്ന് വരുത്തേണ്ടത് കോൺഗ്രസിന്റെ അനിവാര്യത കൂടിയാണ്. അതിന് UDFന്റെ അനിവാര്യത കൂടിയാണ്. പ്രത്യേകിച്ചും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് അത്തരത്തിൽ പക്ഷേ ഈ CPM ഉൾപ്പെടെ ഇടതുമുന്നണി ഉൾപ്പെടെ അതിനെ പ്രതിരോധിക്കുന്നത് 2019 സാഹചര്യമല്ല 2024 എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. നേരത്തെ അക്ഷയ സൂചിപ്പിച്ചു പോയതൊക്കെ തന്നെയാണ്. അനിരാജയുടെ പ്രചരണ പരിപാടികളൊക്കെ തന്നെ പങ്കെടുത്ത സമയത്ത് അനിരാജ് വന്നതാണ്. കഴിഞ്ഞ നമുക്ക് ഈ വയനാട് മണ്ഡലത്തിലെ MP ഉണ്ട്. പക്ഷെ MP എവിടെ നിന്ന് ഓടിക്കേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വരുന്ന ഒരു ഉറപ്പ്, ഞാൻ വയനാടിനൊപ്പമായിരിക്കും, വയനാടിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് അനിരാജ ആ തരത്തിലാണ് പ്രചാരണം നടത്തുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് UDFന് രാഹുൽ ഗാന്ധി നെഞ്ചിലെത്തിയ മണ്ഡലമാണ് വയനാട് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കേണ്ടത് അനിവാര്യമാണ്. അതിനുള്ള ഒരു പ്രചാരണം റോഡ് ഷോ തന്നെയാണ് അവർ സജ്ജമാക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള 2019 അതേ ഒരു വിജയം ആവർത്തിക്കാൻ സാധിക്കുമോ, അത്തരത്തിലുള്ള ഘടകങ്ങൾ എങ്ങനെ ഉണ്ടോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഈ പ്രചാരണവും റോഡ് ഷോ ഏറ്റവും തന്നെയാണ്. അത് ഒരുക്കങ്ങൾ തന്നെയാണ് ഏതായാലും കാണാൻ സാധിക്കുന്നത്. മേപ്പാടിയിൽ നിന്ന് രാഹുൽ ഗാന്ധി കൽപ്പറ്റയിലേക്ക് പോവുകയാണ്. അല്പസമയത്തിനകം സംഘടനാ ശക്തിയും കരുത്തും കാണിച്ചുകൊണ്ടുള്ള റോഡ് ഷോ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. വഴി നീളെ പ്രവർത്തകർ ഈ നേതാക്കളെ കാണാൻ വേണ്ടി അഭിവാദ്യം ചെയ്യുന്നുണ്ട്. അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ നേതാക്കൾക്കിടയിലെ പ്രതീക്ഷ എന്നതാണ് UDF ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ രാഹുൽ ഗാന്ധിയെ ഉയർത്തി കാണിക്കുന്നത്. വയനാട്ടിൽ നിന്നും തന്നെ UDFന് കേരളത്തെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇതാ വയനാട്ടിലെത്തിയിട്ടുണ്ട്.